കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. HTCയുടെ 4-ാം യാമത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ തുടർമാനമായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ആവർത്തിക്കാൻ സമയമില്ല. വാഗ്ദത്തം നിവർത്തിക്കാൻ വാഗ്ദത്തം ചെയ്യുന്ന ആളുടെ സ്വഭാവവും ആളുടെ കഴിവുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. നമ്മുടെ ദൈവം വാഗ്ദത്തം പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ആ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ഇന്ന് നമ്മൾ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വിഷയമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്രോസിൻ്റെ 2-ാം ലേഖനമാണ് ഈ വിഷയം ചിന്തിക്കാൻ വേണ്ടി എടുത്തത്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തകൾക്കായി എടുത്തത്. അതിനകത്തുനിന്ന് 4-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രേഷ്യസ് ആൻഡ് മാഗ്നിഫിഷ്യൻറ്റ് പ്രോമിസസ്, അതിമഹത്വമായതും വിലയേറിയതുമായ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. സ്തോത്രം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 2 പത്രോസിൻ്റെ ലേഖനം ആസ്പദമാക്കി 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. വാഗ്ദത്തവുമായി തന്നെയുള്ള വിഷയമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ബൈബിളുള്ളവരൊക്കെ ബൈബിൾ തുറന്ന ഭാഗം ശ്രദ്ധിക്കുക. 2 പത്രോസിൻ്റെ ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ പ്രധാനമായി നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാനുള്ളൊരു കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമൊക്കെയാണ് പറഞ്ഞത്. ഈ ഭാഗം നമ്മുടെ ഭാഗമാണ് നമ്മൾ ഒന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിച്ച് അതിൽ ആശ്രയിക്കാനുള്ള ചില മാനുഷികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിച്ച് ആ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാനുള്ള മാനുഷികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്, മനുഷ്യൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന പ്രമേയം. അതിലൊന്നാമത്തെ തടസ്സം ഇന്നിപ്പോൾ അതേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ തടസ്സം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കുന്നത്
അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ആരംഭമായി കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിച്ച് ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കാനുള്ള മാനുഷികമായ ആ മാനുഷിക ബുദ്ധിമുട്ടിൽ നാം കാണുന്ന ഒന്നാമത്തെ തടസ്സം എന്താണ്? ആ മാനുഷിക ബുദ്ധിമുട്ടിന് ഉള്ള ഒരു തടസ്സം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയാത്ത തടസ്സം എന്താണ്? അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ, ഒന്നുകൂടെ പറയാം, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ എന്താണ് തടസ്സം? ഒന്നാമത്തെ തടസ്സം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനുള്ള കാലതാമസം. അതാണ് ഒന്നാമത്തെ തടസ്സം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാനുള്ള കാലതാമസം. ഇത് നമ്മളെയൊക്കെ വല്ലാതെ ആത്മീക ക്ഷീണത്തിലേക്കും അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ ഒരു വിഷയം. ഈ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള കാലതാമസമാണ് പല ആളുകൾക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിക്കാനും ആ വാഗ്ദത്തങ്ങൾ ആശ്രയിക്കാനും ഒക്കെയുള്ള മാനുഷികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതാണ് ആ തടസ്സം. ഇവിടെ ഈ താമസം എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു താമസമല്ല. അത് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് താമസിക്കുന്നു എന്നുള്ളത്. ഇത്രയും കാലമായല്ലോ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ, താമസിച്ചു പോയല്ലോ, ഇനി എപ്പോൾ സംഭവിക്കാനാ, ഇനി ഇതിൽ കൂടെ എങ്ങനെ പ്രാർത്ഥിക്കാനാ എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. താമസിക്കുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാം റൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത് ദൈവം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, അവൻ സകലവും ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഇവിടെ 3-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പം ചിലരുടെ വിചാരമാണത്, വാഗ്ദത്തം നിവർത്തിക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനുള്ള കാലതാമസം, അത് ചിലരുടെ വിചാരമാണ്. സ്തോത്രം. ഈ ഭാഗത്തിലെ വിഷയം നമ്മുടെ ഈ 3-9 കോണ്ടസ്റ്റ് കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ചുമാണ് 3-9 പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ കോണ്ടസ്റ്റ്. നമ്മൾ ആ കോണ്ടസ്റ്റിലല്ല പോകുന്നത്, നമ്മൾ വാഗ്ദത്തങ്ങൾ എന്ന ഒരു കോണ്ടസ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ, ഈ ഭാഗം കൂടെ മനസ്സിലാക്കാൻ. അപ്പോൾ വാഗ്ദത്ത നിവർത്തിയുടെ കാലതാമസം നിമിത്തം ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് അതൊന്ന് ചെറുതായിട്ട് നോക്കി അവസാനിപ്പിക്കും. വാഗ്ദത്ത നിവർത്തിക്കുണ്ടായ കാലതാമസം നിമിത്തം മാനുഷികമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ തിരുവെഴുത്തിലുണ്ട്. നമ്മളതിലേക്ക് വരും, അത് പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. ഇനി എൻ്റെ ഇന്നത്തെ ചിന്ത ഈ ഒരു തടസ്സത്തെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ്. തടസ്സത്തെ? വാഗ്ദത്ത നിവർത്തിക്ക് ഒരു കാലതാമസമുണ്ട് എന്നുള്ള മാനുഷിക വിചാരത്തിൽ വന്ന ആ ചിന്തയ്ക്ക്, ആ
തടസ്സത്തെ എങ്ങനെ മറികടക്കാം? ആമേൻ. ആ തടസ്സമാണ് ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും ഒന്നും കഴിയാതെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസമാണ് എന്നുള്ള ഈ ഒരു ചിന്തയെ നമുക്ക് എങ്ങനെ മറികടക്കാം? സ്തോത്രം. ഇവിടെ നമ്മൾ ഈ 9-ാം വാക്യത്തിൻ്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചാൽ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്താണ് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നതല്ലെന്നാണ് പത്രോസ് പറയുന്നത്. പിന്നെ എന്താണ് സംഭവം? അതെന്താണ് സംഭവം? ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെതായ ചില ന്യായമായ കാരണങ്ങൾ ഉണ്ട്. ദൈവം ഒരു വിഷയത്തിൽ താമസം വരുത്തുന്നു എങ്കിൽ ദൈവികമായ ദൈവത്തിന് ന്യായമായ ചില കാരണങ്ങൾ ഉണ്ട്. ആ കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷനിലെത്തിച്ചേരാം. ദൈവത്തിൻ്റെ താമസം ഈക്വൽ ടു ദൈവത്തിൻ്റെ ദീർഘക്ഷമ. ദൈവത്തിൻ്റെ താമസം ഈക്വൽ ടു ദൈവത്തിൻ്റെ ദീർഘക്ഷമ. പത്രോസ് പറയുന്നു, ദൈവത്തിൻ്റെ താമസം എന്ന് നമുക്ക് തോന്നുന്നത് അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. താമസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ പത്രോസ് പറയുന്നത് അത് താമസമല്ല, അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. നിങ്ങൾ ഈ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചതെങ്കിലും 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇവിടെ പറയുന്ന ഏത് കോണ്ടസ്റ്റിലാണെന്നോ ഇവിടെ പറയുന്നത്, ഇവിടുത്തെ കോണ്ടസ്റ്റ് അറിയാമല്ലോ, കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളുമാണ്. അത് തീർച്ചയായും സംഭവിക്കുമെന്നാണ് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 10-ാം വാക്യം നോക്കി, അവിടെ പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത്ര ഉറപ്പല്ല പറയുന്നത്, വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കണ്ടോ, തീർച്ചയായും സംഭവിക്കുന്നുള്ളതിലാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യുമായിരിക്കുമെന്നല്ല, ചെയ്യും. അപ്പം തീർച്ചയായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ തീർച്ചയായും സംഭവിക്കുമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം എന്നുള്ളതാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങളെന്ത് ചെയ്യണം? 11ഉം 12 വാക്യം നിങ്ങൾ വായിച്ചാൽ കർത്താവിൻ്റെ വരവ് തീർച്ചയായും സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 11, 12 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ദൈവ ദിവസത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും നിങ്ങൾ വിശുദ്ധ ജീവിതവും ഭക്തിയുള്ള ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ താമസിക്കുന്നതല്ല, പിന്നെ ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. സ്തോത്രം. എന്ന് മാത്രമല്ല, ഇതെല്ലാം തീർച്ചയായും സംഭവിക്കും. എന്ത്? ദൈവം പറഞ്ഞ വാഗ്ദത്തമാണോ അത് തീർച്ചയായും സംഭവിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടസ്റ്റാണ് കർത്താവിൻ്റെ വരവ് അനന്തര സംഭവങ്ങളും.
ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിശ്ചയമായും തീർച്ചയായും സംഭവിക്കും. പക്ഷേ അത് തീർച്ചയായും സംഭവിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സംഭവിക്കുന്നിടം വരെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവം അത് ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത ദിവസത്തിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നാം ഇത് ചെയ്യണം. നാം ഇത് ചെയ്തിരിക്കണം. വാഗ്ദത്തം എന്ന് പറഞ്ഞ് പലരും ചാടുന്നുണ്ട്. പക്ഷേ അവനവനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, നാം ഇത് ചെയ്യുന്നുണ്ടോ? സ്തോത്രം. ഇനി അത് മാത്രമല്ല, 13-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നത്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പോൾ നാം എന്തു ചെയ്യണം? വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 14-ാം വാക്യത്തിൽ പറയുന്നു, 14-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ നാം രക്ഷയെന്ന് വിചാരിക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. ഇനി 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യം ഇത് മൊത്തം കൂടെ ക്രോഡീകരിച്ചൊറ്റ വാക്കിൽ പറയാം. 18-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, ചിലർ പറയുന്നു കർത്താവിൻ്റെ വാഗ്ദത്തം അത് നിവർത്തിക്കാൻ അവൻ താമസിക്കുന്നുവെന്ന് ചിലർ പറയുന്നു. എന്നാൽ പത്രോസ് പറയുകയാണ്, അത് താമസമല്ല, പിന്നെ അത് ദൈവത്തിൻ്റെ നല്ല ഗുണമാണ്. ആ നല്ല ഗുണമാണ് ദീർഘക്ഷമ എന്നുള്ള ഗുണം. നിങ്ങൾ അതിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതെ, ഏതിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതെ, അയ്യോ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിച്ചല്ലോ, ഇത്രയായിട്ടും താമസിക്കുന്നില്ല, ഇതിനെക്കുറിച്ചോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടാതെ നിങ്ങളോടവൻ പറഞ്ഞ വാഗ്ദത്തം, നിങ്ങളുടെ കുടുംബത്തോടവൻ പറഞ്ഞ വാഗ്ദത്തം തീർച്ചയായും വരുമെന്നറിഞ്ഞ്, നിശ്ചയമായും വരുമെന്നറിഞ്ഞ് നിങ്ങൾ ഭയഭക്തിയോടെ വിശുദ്ധ ജീവിതം ഉള്ളവരായി നിങ്ങൾ ഇരിക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണമെന്നുമാണ് പത്രോസ് ഈ ഭാഗത്തുനിന്ന് ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചത് മനസ്സിലായി കാണും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം ഉദ്ദേശിച്ച സമയത്ത് നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനുഷികമായ ചില ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ ഈ ഒരു താമസിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തം താമസിക്കുന്നു എന്നുള്ള ഈ ഒരു കാര്യത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതുകൂടെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? റീച്ച, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമുക്കിതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, നിങ്ങൾ ആ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഇത് പറഞ്ഞിട്ടാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നതല്ല. ഈ 8-ാം വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അല്ല നമ്മുടെ ടൈം ടേബിൾ. ഇത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി, മറ്റേ ചിന്തയെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. നമ്മുടെ ടൈം ടേബിളിലാണ് നമ്മൾ പറയുന്നത്, എന്ത്, അയ്യോ വാഗ്ദത്തം നടന്നില്ല, ഇതിന് താമസമാണ്, ഇതിൽ കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കും, ഇനിയും ഇതിൽ കൂടുതൽ എങ്ങനെയാണ്.
പക്ഷെ ദൈവത്തിൻ്റെ ടൈം ടേബിൾ എന്താണ്? ഒരു ദിവസം 1000 സംവത്സരം പോലെ. 1000 സംവത്സരം ഒരു ദിവസം പോലെ. നമ്മളുമായിട്ട് എന്തെങ്കിലും മാച്ചുണ്ടോ ഈ ടൈം ടേബിളിന്? ഇത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ടൈം ടേബിളാണ്. പക്ഷേ ഇതെല്ലാ വാക്തത്വങ്ങൾക്കും ആപ്ലിക്കബിളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ടൈം ടേബിളും നമ്മുടെ ടൈം ടേബിളും വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് നമ്മൾക്ക് തോന്നുന്നത് കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കാൻ താമസിക്കുന്നു. ആ തോന്നൽ മാറണമെങ്കിൽ നാം ആദ്യം നമ്മുടെ ചിന്തയിൽ രജിസ്റ്റർ ചെയ്യുക, ദൈവത്തിൻ്റെ ടൈം ടേബിളും നമ്മുടെ ടൈം ടേബിളും വ്യത്യസ്തമാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങിയാലേ നിങ്ങൾക്ക് മറ്റേ ചിന്തയെ താമസിപ്പിക്കുന്നു എന്നുള്ള ചിന്തയെ നിങ്ങൾക്ക് ആത്മാവിൽ ഓവർകം ചെയ്യാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ കണക്കുകൂട്ടലുകളും നമ്മുടെ കണക്കുകൂട്ടലുകളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണെന്നാണ് ആ ടൈം ടേബിളിനകത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കർത്താവിൻ്റെ കണക്കുകൂട്ടലുകളും നമ്മുടെ കണക്കുകൂട്ടലുകളും വളരെ വ്യത്യസ്തമാണ്. ഞാനതിനെ ഒരൊറ്റ പദപ്രയോഗത്തിൽ ഒതുക്കി നിർത്താം. നമ്മുടെ കലണ്ടറിൽ ദൈവത്തെ നാം പൂട്ടിവെക്കരുത്. നമ്മുടെ കലണ്ടറിനകത്ത് ദൈവത്തെ നാം പൂട്ടിവെക്കരുത്. സ്തോത്രം. അപ്പോൾ ഈ ചിന്ത നമ്മുടെ അകത്ത് വരണം. ദൈവത്തിൻ്റെ ടൈം ടേബിളും നമ്മുടെ ടൈം ടേബിളും സംതിങ് ഭയങ്കര വ്യത്യസ്തമാണ്. എപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് താമസിക്കുന്നു എന്നുള്ള ആ ചിന്തയെ ജയിക്കാൻ കഴിയും. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് ബൈ ഹാർട്ടായിട്ടുള്ളൊരു ഭാഗമാണ് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം. നമുക്ക് വളരെ ബൈ ഹാർട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പറയുന്നൊരു കാര്യമാണ്. 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ വഴികൾ കണ്ടെത്തുന്ന പോലെ അല്ല ഞാൻ വഴി കണ്ടെത്തുന്നത്. പിന്നെ നിങ്ങളുടെ വിചാരങ്ങൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ബോട്ട് മിറ്റിൽ കൂനൽ ഇടിച്ച് നിൽക്കുന്നത് പോലെ പിന്നെ നിങ്ങളുടെ വിചാരങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങോട്ട് പോകും, എന്തു ചെയ്യും? ഇടിച്ചു നിന്നു, ഇതിനപ്പുറം ഒരു വഴിയില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. എന്തു ചെയ്യും എന്നുള്ളത്. ഇത് പറഞ്ഞാൽ മനുഷ്യൻ പരിമിതി ഉള്ളവനാണ്. പക്ഷെ ദൈവം പറയുന്നു, എൻ്റെ വിചാരം അങ്ങനെ അല്ലടാ കുഞ്ഞെ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും അത്ര അഗാധമാണ്, അത്ര ഉയർന്നിരിക്കുക. എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിന്നെയും നിൻ്റെ കുടുംബത്തെയും പുലർത്താൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വഴികളുണ്ട്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. നീ ഇപ്പം 10 വർഷം ജോലിയില്ലാതെ നീ അവിടെ ഇരുന്നാലും നിന്നെയും നിൻ്റെ കുടുംബത്തെയും പുലർത്താൻ എൻ്റെ കയ്യിൽ നിരവധി റിസോഴ്സസുകളുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിങ്ങളുടെ ക്ലോക്കല്ല ദൈവത്തിൻ്റെ ക്ലോക്ക്. സ്തോത്രം. ഒന്ന്, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അല്ല നമ്മുടെ ടൈം ടേബിൾ. 2, ദൈവത്തിൻ്റെ ക്ലോക്കല്ല നമ്മുടെ ക്ലോക്ക്. 3, ദൈവത്തിൻ്റെ വിചാരങ്ങളല്ല നമ്മുടെ വിചാരങ്ങൾ. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായും താമസിക്കുന്നു എന്നുള്ള ചിന്തയെ ജയിക്കാൻ കഴിയും. പണ്ട് ഒരു ചിന്തകൻ പറഞ്ഞ പോലെ, ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വെളി വരെ പോവുകയാണ്, പോയിട്ട് ഉടനെ വരാം. ഇത് ആ വീടിൻ്റെ ഭിത്തിയിലിരുന്നൊരു പ്രാണി കേട്ടോണ്ടിരിക്കുക. ഒരു പ്രാണി, ഒരു ചെറിയ ജീവി. ആ ജീവിക്ക് ആകെയുള്ള ആയുസ് ഒരു ദിവസമാണ്.
ഒറ്റ ദിവസമേ ഉള്ളൂ ആ പ്രാണിക്കുള്ള ആയുസ്. ആയുസ്. ആ പ്രാണി കേട്ടു ഭർത്താവ് പറയുന്നത്, ഭാര്യയോട് പറയുന്നത്, ഞാൻ പോയിട്ട് വരാം. കുറച്ച് സമയം കഴിഞ്ഞപ്പം പ്രാണി ചിന്തിച്ചു, ഇയാളെന്തൊരു മനുഷ്യനാണ്, ഇത്ര സമയമായിട്ട് വന്നില്ല, കാരണം സമയം ഇത്രയും പോയി, ഇനി കുറച്ച് നാളൂടെ ഉള്ളൂ. പ്രാണിയുടെ ആയുസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കണക്ക് കൂട്ടിയത്. കുറച്ചുകൂടെയൊക്കെ ഞാൻ പ്രാണി വിചാരിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം തീർന്നു, എന്നിട്ടും അയാൾ വന്നില്ലല്ലോ, ഇയാളെന്തൊരു മനുഷ്യ. പ്രാണിയുടെ ടൈം ടേബിളാണോ മനുഷ്യൻ്റെ ടൈം ടേബിൾ? ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ടൈം ടേബിളും മനുഷ്യൻ്റെ ടൈം ടേബിളും. കുഞ്ഞെ, നിന്നോടൊരു വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം താമസിക്കുന്നതല്ല. അത് പിശാച് നിൻ്റെ അകത്ത് കൊണ്ടുതരുന്ന ഒരു സംശയമാണ്. ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ, ആശ്രയിക്കാതിരിക്കാൻ ശത്രു കൊണ്ടുവരുന്ന ഓരോ ചിന്തകളാണ്. അതിനെ ജയിക്കാൻ നീ ഒന്ന് ചിന്തിക്കാൻ, നിൻ്റെ ടൈം ടേബിളും ദൈവത്തിൻ്റെ ടൈം ടേബിളും വ്യത്യസ്തമാണ്. നിൻ്റെ ക്ലോക്കും ദൈവത്തിൻ്റെ ക്ലോക്കും വ്യത്യസ്തമാണ്. നിൻ്റെ വിചാരവും ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളും വ്യത്യസ്തമാണ്. ഇതങ്ങോട്ട് നിൻ്റെ തലച്ചോറ് നീ രജിസ്റ്റർ ചെയ്താൽ പിശാച് കൊണ്ടുവരുന്ന ആ വാക്തത്വം താമസിക്കുമെന്നുള്ള ആ ചിന്തയെ നിനക്ക് ഓവർകം ചെയ്യാം. സ്തോത്രം. വാക്തത്വം താമസിക്കുന്നതല്ല, അത് ചിലർ വിചാരിക്കുന്നത് പോലെ വിചാരിക്കപ്പെടുന്നതാണ്. സ്തോത്രം. വേദോസം വായിച്ചാൽ ഈ വാക്തത്വം വിചാരിച്ച സമയത്ത് നിവർത്തിക്കപ്പെടാതെ വന്നപ്പോൾ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട് ബൈബിളിൽ പറയാൻ. പക്ഷേ സുപരിചിതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഒന്ന്, അബ്രഹാമിന് ഒരു വാക്തത്വം കിട്ടി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങളിലാണ് ആദ്യമായി വാക്തത്വം കിട്ടുന്നത്. അബ്രഹാമിൻ്റെ ഒരു തലമുറ ഉണ്ടാകും എന്നുള്ള വാക്തത്വം. അത് വീണ്ടും ദൈവം ആവർത്തിച്ച് പറയുന്നതാണ് നിങ്ങൾക്ക് 13-ാം അധ്യായം 15, 16 വാക്യങ്ങളിൽ കാണുന്നത്. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ആദ്യം വാക്തത്വം അബ്രഹാമിന് കിട്ടുമ്പോൾ അബ്രഹാമിന് വയസ്സ് 75. വായിച്ചു നോക്കിയാൽ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. 12-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നോക്കുമ്പോൾ, അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഈ അബ്രഹാമിന് 75-ാം വയസ്സിലാണ് വാക്തത്വം പറയുന്നത്. ഇവിടെ 2-3 വാക്യങ്ങളിൽ, നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നും നീ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. നിന്നെ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് തലമുറകളുണ്ടാകും, അതൊരു ജാതിയാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അത് 75-ാം വയസ്സിലാണ് പറയുന്നത്. എന്നാൽ വീണ്ടും 13-ാം അധ്യായത്തിൽ വരുമ്പോൾ 15, 16 വാക്യങ്ങളിൽ അത് ആവർത്തിച്ച് ദൈവം പറയുകയാണ്, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്നും, ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കുമെന്നും, ഭൂമിയിലെ പൊടി എണ്ണാൻ കഴിയാത്ത പോലെ നിൻ്റെ സന്തതിയെ, അത് ഭൂമിയിലെ പൊടിയെ എണ്ണാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാമെന്നൊക്കെ ദൈവം പറയുക. 75-ാം വയസ്സിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്തത്വം 13-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം ഉറപ്പിച്ചു പറയുകയാണ്. സ്തോത്രം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, 10 വർഷം കഴിഞ്ഞിട്ടും വാക്തത്വം നടന്നില്ല. ഇപ്പോൾ അബ്രഹാമിന് വയസ്സ് 85 വാക്തത്വം നടക്കുന്നില്ല. അതുകൊണ്ട് അബ്രഹാം ദൈവത്തോട് ചോദ്യം ചോദിച്ചു. 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായ ഈ എലയാസർ ആവുമോ? 10 വർഷങ്ങൾ കൊണ്ട് വാക്തത്വം നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു മാനുഷിക ക്ഷീണത്തിൽ നിന്ന് വന്ന ചോദ്യം. 1-ാം വാക്യത്തിൽ ദൈവം ഭയങ്കര ദൂതൊക്കെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമുഖത്തായി വെറുതെ. പുള്ളി ഇതെല്ലാം കേട്ടിട്ട് പുള്ളിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. പുള്ളി പഴയ കാര്യം ഓർത്തിരിക്കുക, 10 കൊല്ലമായിട്ട് പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അബ്രഹാം
ദൈവത്തോട് ചോദിച്ചു, നീ എനിക്ക് എന്തോ തരും? ഞാനിവിടെ മക്കളില്ലാത്തവനെ ഇപ്പോൾ നടക്കുന്നു. എൻ്റെ അവകാശി ദമ്മശേക്കാരനായ എലയാസർ ആകുമോ? സ്തോത്രം. അപ്പോൾ ദൈവം അബ്രഹാമിനോട് വളരെ ക്ലിയറായിട്ടൊരു മറുപടി പറഞ്ഞു. നിന്റെ സ്തോത്രം. ആ മറുപടി വളരെ ഗൗരവമാണ്. 4-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ആമേൻ ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഈ വാക്തത്വം ഇപ്പോൾ എത്ര നാളായി താമസിക്കുന്നു? 10 വർഷമായിട്ട് താമസിക്കുകയാണ്. 10 വർഷമായി. 75-ാം വയസ്സിൽ പറഞ്ഞിട്ട് നടന്നില്ല. 85 വയസ്സായി. 10 വർഷമായിട്ട് വാക്തത്വം താമസിക്കുക. അപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ഇനി എലയാസർ ആകുമോ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, വാക്തത്വം 10 വർഷമായിട്ട് നടക്കാതെ വന്നപ്പം ഈ താമസത്തെ ഒന്ന് മറികടക്കാൻ, വാക്തത്വം നിവർത്തിക്കാതിരിക്കുന്ന ഈ താമസത്തെ മറികടക്കാൻ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ അബ്രഹാമും സാറയും കൂടെ ചേർന്നൊരു വിദ്യ പ്രയോഗിച്ചു. ആ വിദ്യയുടെ പേരാണ് ഹാഗർ. ഈ താമസത്തെ മറികടക്കാൻ ചെയ്ത ഒരു വിദ്യ. 16:2 അത് രേഖപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് വാക്യം എഴുതിയിരിക്കുന്നത് എന്താ? അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ സാറയുടെ വാക്ക്, ഭാര്യയുടെ വാക്ക് അനുസരിച്ച അബ്രഹാം. പത്തു വർഷമായിട്ട് അബ്രഹാം കനാൻ ദേശത്ത് പാർക്കുകയാണ്. അപ്പോഴാണ് മിസ്രൈമ്യ ദാസിയ ഹാഗറിനെ സാറ കൊണ്ടുവന്ന് അബ്രഹാമിന് ഭാര്യയായി കൊടുക്കുന്നത്. ഇപ്പോൾ ഹാഗർ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുകയാണ്. ഇപ്പോൾ അബ്രഹാമിന് ഏകദേശം വയസ്സ് 86. കണ്ടോ, 11 വർഷമാകുന്നതേ ഉള്ളൂ ദൂത് കേട്ട്. സഹിഷ്ണുതയില്ല. താമസം വന്നപ്പോൾ താമസത്തെ മറികടക്കാൻ ചെയ്ത കുറുക്ക് വഴിയാണ്. നിങ്ങൾ ആ 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന് വയസ്സ് 86. 75-ാം വയസ്സിൽ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. വയസ്സ് 85 വാക്തത്വമില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അത് നടക്കൂ. ഇതേ അബ്രഹാമിനും സാറായിക്കും പറ്റിയ ഇതേ കാര്യം നമുക്ക് പലർക്കും സംഭവിക്കുന്നുണ്ട്. നാം കാത്തിരിക്കുന്ന വിഷയങ്ങൾ, നാം കാത്തിരിക്കുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാതെ വരുമ്പോൾ നാമും അബ്രഹാമിനെയും സാറയെപ്പോലെ ഷോർട്ട് കട്ട് വഴി സ്വീകരിക്കും. ഷോർട്ട് കട്ട്. സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ പൂർണ്ണമായ വാക്തത്വത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും അബ്രഹാം ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ പദ്ധതിക്കകത്തുനിന്ന് വ്യതിചലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എങ്ങനെയാ ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അബ്രഹാം വ്യതിചലിക്കപ്പെട്ടത്? വാക്തത്വം നിവർത്തിക്കാൻ ദൈവത്തെ ഒന്ന് സഹായിച്ചതാണ് അബ്രഹാം. വാക്തത്വം നിവർത്തിക്കാൻ ദൈവത്തെ ഒന്ന് സഹായിച്ച അബ്രഹാം. പക്ഷെ ആ സഹായത്തോടുകൂടെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു. പരിശുദ്ധാത്മാവ് നമ്മോടും പറയുന്ന കാര്യം ഇതാണ്. വാക്തത്വം സഹായിക്കാൻ നീ
വാഗ്ദത്തം നിവർത്തിക്കാം. നീ ദൈവത്തെ സഹായിക്കണ്ട. താമസമെന്ന് കരുതി ഷോർട്ട് കട്ട് വഴി പ്രയോഗിക്കരുത്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങളാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവത്തിന് നമ്മുടെ ആരുടെയും കെയർ ഓഫ് വേണ്ട, നമ്മുടെ ആരുടെയും സഹായം വേണ്ട. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്നെണ്ണി കാത്തിരിക്കാൻ നാം തയ്യാറാകണം. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്നെണ്ണി കാത്തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. ഇവിടെ അബ്രഹാമിനെ സാറെ സംബന്ധിച്ച് വാഗ്ദത്തം നടന്നില്ലേ? കൊച്ചു ജനിച്ചില്ലേ? ആരാ? ഇസ്മായേൽ. കൊച്ചുണ്ടാകുന്നല്ലേ പറഞ്ഞുള്ളൂ, കൊച്ചുണ്ടായില്ലേ? റിസൾട്ട് ഉണ്ടായോ? റിസൾട്ട് ഉണ്ടായി. ചിലർ പറയുന്നത് കാര്യം നടന്നില്ലേ, അത് ദൈവഹിതമാണെന്ന. വിവരക്കേട് പറയരുതേ. കാര്യം നടന്നതുകൊണ്ട് അത് ദൈവഹിതമാകണമെന്നില്ല. പെന്തക്കോസ്തുകാർക്ക് പൊതുവെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം നടന്നാൽ പറയും ദൈവഹിതം നടന്നില്ല, ദൈവഹിതം അല്ലെന്നും പറയും. ദൈവഹിതത്തെക്കുറിച്ചുള്ള അപക്വമായിട്ടുള്ള ധാരണയാണത്. നോക്കിക്കേ, അന്ന് തുടങ്ങിയ വിഷയമാണ് എന്ന് വാഗ്ദത്തത്തിൽ നിന്ന് അബ്രഹാം വ്യതിചലിച്ച് ദൈവത്തെ സഹായിക്കാൻ ഷോർട്ട് കട്ട് വഴി പോയി ഹാഗറുമായി ബന്ധം സ്ഥാപിച്ചതിൻ്റെ അന്ന് തുടങ്ങിയ വിഷയമാണ് ഇന്നും ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നീ വ്യതിചലിച്ച് നീ എപ്പോഴെങ്കിലും ദൈവത്തെ സഹായിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ടാക്കി എപ്പോഴെങ്കിലും നാം ആ പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ടിൻ്റെ അവസാനം ദുരന്തങ്ങളും കണ്ണുനീരുമായിരിക്കും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായി മാറും. അതിലേക്ക് പോകാതെ നാം കേൾക്കുന്ന വാഗ്ദത്തത്തിൻ്റെ മുമ്പിൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി ആ വാഗ്ദത്തം അവൻ നിവർത്തീകരിക്കുന്നിടം വരെ ആ ബലമുള്ള കരത്തിൻ കീഴെ താന്നിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ സമയമുണ്ട്, പക്ഷേ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവ് താമസിക്കുന്നു എന്നുള്ള വിചാരത്തെ ഓവർകം ചെയ്യാൻ ഇന്നു മുതൽ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞതിനെ ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആ വാഗ്ദത്തത്തിനു വേണ്ടി എരിവോടെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ പിന്നിൽ എരിവോടെ കാത്തിരിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ വാഗ്ദത്തങ്ങളിൽ 100% കൊടുത്ത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ താമസം എന്ന് വിചാരിക്കാനുള്ള ഇടപോലും വരാതെ കർത്താവ് അതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. കണ്ണുകളെല്ലാം അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്കിന്ന് നൽകിത്തന്ന നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ച വാഗ്ദത്തം എന്ന വിഷയത്തിൻ്റെ തുടർമാനമായിട്ടുള്ള രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ അങ്ങ് ഈ പ്രിയപ്പെട്ടവരെ ആശീർവദിച്ചതിനായി സ്തോത്രം. ഈ വചന പഠനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നണം. ഈ ജനത്തെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിടുക്കും അത്ഭുതം ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.